Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you. Have a fantastic, positive day. എങ്ങനെയുണ്ട് നമ്മുടെ ലൈഫ്? ഞാനിപ്പോൾ 2-3 വർഷമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ 240-250 വീഡിയോ, ഈ ലെങ്തി വീഡിയോസ് നിങ്ങൾക്ക് കാണാം. വിവിധ സെക്ടറിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ ഉള്ള എഡ്യൂക്കേഷൻ, എൻ്റർപ്രനർഷിപ്പ്, പിന്നെ അങ്ങനെ ഓരോ മേഖല, ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യും. അപ്പം അതിങ്ങനെ ഒരു കോഴ്സായിട്ട് പോവുക. ഞാനിതുവരെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല. ആക്ച്വലി അറിയാൻ മേല, ഈ അടുത്ത കാലത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ ചെറിയ പൈസയൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നത്. ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കണം. ഞാനൊരു കോഴ്സിന് പോയി പഠിച്ചു, പക്ഷേ ആ കോഴ്സ് മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. എനിക്ക് ചില ഗുണങ്ങളുണ്ടായി എന്നല്ലാതെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ല. ഓക്കേ, അപ്പം ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ നമ്മളൊരു സ്നേഹിതൻ അതിനിടെ വന്നു, ചെറിയ കാര്യം പറയാം. അതിലേക്ക് നമ്മൾ പറയാൻ വന്ന വിഷയം, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ നമ്മുടെ ഒരു വിചാരമുണ്ട്, നമ്മൾ ഭയങ്കര ക്ലവറാണ്, ആരെയും നമുക്ക് പറ്റിക്കാം എന്നൊക്കെയൊരു വിചാരമുണ്ട്. ആ വിചാരം വളരെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഞാനിത് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ വീടുകളിലൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഈ ക്യാമറ നമ്മുടെ സിസ്റ്റത്തെ പോലും വന്നിരിക്കുക. എൻ്റെ ലാപ്പിൽ, മൊബൈൽ ഫോണിൽ കൊച്ചുമക്കൾ അവരുടെ വീട്ടിലെ അമ്മയുടെ അപ്പൻ്റെ ഫോൺ എടുത്ത് അതിൽ എൻ്റെ മകൻ അമേരിക്കയിൽ നല്ല ഈ വീട് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഇപ്പോൾ ഒരാളവിടെ വന്നാൽ ഒരു പക്ഷേ ഞാൻ കണ്ടു, പക്ഷേ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരും, ആരോ വന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം മോൻ അമേരിക്ക നോക്കും, അല്ലെ മോള് നോക്കും. ഇങ്ങനെ അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊന്നും ആരെയും ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പം ഈ കാലത്ത് വിശുദ്ധിയോടുകൂടി ബുദ്ധിപൂർവ്വം ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പയ്യന്മാരെ പല രാഷ്ട്രീയക്കാരും ചെന്ന് ഓരോ അബദ്ധത്തിൽപ്പെടുന്നത്, അവരുടെ വിചാരം എന്താ, ഇതൊന്നും ആരും അറിയത്തില്ല, പോലീസ് കാവൽ നിൽക്കുന്ന വീടല്ലേ, പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരു കരം പ്രവർത്തിക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും വിക്രിയ കാണിക്കുമ്പോൾ അത് 10 പേര് കാണുമെന്ന് ഓർത്ത് വേണം. അതായത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് എഴുതുമ്പോഴേ ഞങ്ങളുടെ ട്രെയിനേഴ്സ്, ഓഡിറ്റേഴ്സ് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം, എസ്പെഷ്യലി സർക്കാർ കാര്യം ചെയ്യുമ്പം 10 പേര് നിങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട് എന്ന വിചാരത്തിൽ വേണം ആ കാര്യം ചെയ്യാൻ. ഒരു ഫയൽ നോക്കട്ടെ, ഒരു പ്രോജക്റ്റ് പാസ്സാക്കട്ടെ, ഒരു ബില്ല് പാസ്സാക്കി കൊടുക്കട്ടെ, എന്ത് ചെയ്താലും ഇങ്ങനെ പല ക്ലാസ്സുകളും ഞാൻ കേട്ടപ്പം എൻ്റെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞു. അദൃശ്യമായ 10 കണ്ണുകൾ, സോഷ്യൽ ഓഡിറ്റ്, അതുപോലെ ഗ്രാമസഭ, പിന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ വിങ്ങിൻ്റെ ഓഡിറ്റ്, ഇങ്ങനെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അഴിമതി നടത്തുക എന്നത് 99% കേരളത്തിൽ നടക്കത്തില്ല. പിന്നെ അതിസമർത്ഥന്മാരായ നൂതനങ്ങളായ വിളച്ചിലിറക്കുന്നവർക്കേ അത് പറ്റുള്ളൂ, പക്ഷേ അതും പിടിക്കപ്പെടും. ഞാനീ പറഞ്ഞതുപോലെ, ഇപ്പം മോഷ്ടാവ് ഒരു വീട്ടിൽ വരുന്നത് അവൻ്റെ സ്വന്തം കാറിലോ ബൈക്കിലോ ആയിരിക്കാം. അവൻ ഹെൽമെറ്റൊക്കെ വെച്ച് മറച്ചല്ല, തുണി കൊണ്ട് മൂടി ക്യാമറ ഓഫ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ അവനറിയുന്നില്ല പോലീസ് എങ്ങനെയാണ് നോക്കുന്നത്. ഒരു മോഷണം നടന്നാൽ അതിൻ്റെ 25 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ ക്യാമറകളും പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പം
മാന്യമായി ഗ്രേസ്ഫുള്ളായി പോകുന്ന ആളുകളും ഒരു ഉദ്ദേശത്തോടെ പോകുന്ന ആളുകളുടെയും ദൃഷ്ടി അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ദൃഷ്ടിക്ക് പ്രശ്നമുള്ളവരെ ഒരു 10 പേരോ 15 പേരെ അവർ എൻലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ 15 പേരെയും ഈ സംഭവം നടന്ന സ്ഥലവുമായിട്ട് ബന്ധിപ്പിച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ അതിലൂടെ വന്നിരിക്കുന്ന 1-2 പേരായി. ഈ 2 പേരെ അവർ പൊക്കും. അപ്പോൾ യഥാർത്ഥ പ്രതിയെ പിടി. ഇതാണ് സിസ്റ്റം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, വിശുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മര്യാദയ്ക്കൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അപമാനത്തിൽപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റും, അല്ലേ? നമ്മളിപ്പം എന്തൊരു കഷ്ടമായിരുന്നല്ലേ. നമ്മൾ ഹൃദയത്തിൽ ചോമനിച്ച് തുടങ്ങിയ ഒരു മനുഷ്യനാണ് നമ്മുടെ പൊതുവാഹന രംഗത്തെ പ്രഗത്ഭനായ പ്രശസ്തനായ മന്ത്രിയല്ലേ. പക്ഷേ ആ പ്രശ്നം അവർ തീർത്തു. എന്നാൽ പോലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു, അല്ലേ? എത്ര മുട്ടുക്കന ആൾ. ഒരു കാലത്ത് പത്രം എടുത്തു നോക്കിയാലേ എന്നും പത്രം എടുത്ത് നോക്കിയാൽ എന്താ കാണുന്നത്? KSRTC പൂട്ടാൻ പോകുന്നു, KSRTCയിൽ ജീവനക്കാർക്ക് ലോൺ കൊടുക്കത്തില്ല, KSRTC തിരിച്ചടവ് മുടങ്ങി, KSRTC ഡീസലില്ല, സ്പെയർ പാർട്സ് ഇല്ല. ഇപ്പോൾ അതുപോലെ കേൾക്കുന്നുണ്ടോ? മോർ ഓവർ ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ് ഈവൻ. ഇപ്പോൾ കണ്ടില്ലേ, വിമാനത്തോട് കിടപിടിക്കുന്ന ബസ്സൊക്കെ ഇറക്കുന്നു. തിരുവനന്തപുരം എറണാകുളത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ എയർ ഹോസ്റ്റസ് പോലെ ബസ് ഹോസ്റ്റസും ഒക്കെ ആയിട്ട് ബസ് ഇറക്കാൻ പോവുക. അതായത് നൂതനങ്ങളായ ആശയങ്ങൾ കരളുറപ്പോടെ നടത്തുമ്പോൾ അത് നേട്ടത്തിലേക്ക് വരും. അതാണ് സംഭവം. അപ്പം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വെച്ചാൽ നമ്മൾ ഒരു അലക്ഷ്യഭാവത്തോടെ ജീവിക്കരുത്. നമ്മൾ ഏതൊരു ചെയ്തിയും 10 പേർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന വിചാരിച്ച് ജീവിക്കാൻ പഠിക്കുക. ഓക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാളൊരു സംശയം ചോദിച്ചു, ഈ പഠനം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എങ്ങനെ സഹായിക്കും? നല്ലൊരു ചോദ്യമല്ലേ? ബിടെക്കും എംടെക്കും പാസ്സായിട്ട് അടുക്കളയിൽ അല്ലെ വീട്ടിൽ ജോലി ജീവിക്കുന്ന ആളുകളുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഈ പഠനം എങ്ങനെ സഹായിക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ ചോദ്യം പറയട്ടെ. മറുകാര്യം, നമ്മുടെ ഈ റിലീജിയസ് പീപ്പിൾ, എസ്പെഷ്യലി ട്രെയിൻഡ് ഫാദേഴ്സ് ആൻഡ് മോർ ഓവർ എല്ലാ സമുദായത്തിലും അല്ലെ സഭയിലുമുള്ള റിലീജിയസ് പീപ്പിൾ ഹൈലി ട്രെയിൻഡ് ആയിരിക്കും. അവർ സംസ്കൃതമായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാം സൈക്കോളജി ആയിക്കോട്ടെ, ഹ്യൂമൻ സൈക്കോളജി ആയിക്കോട്ടെ, മാസ് സൈക്കോളജി എല്ലാം പഠിച്ചിട്ടാണ് അതുപോലെ അവരുടെ റിലീജിയസ് ബുക്കുകളൊക്കെ വിശദമാക്കിയിട്ട് അവർക്ക് വരുന്നത്. അപ്പോൾ കോമൺ മാനായി ലേമൻ മാനായി നമ്മൾ അവിടെ കണ്ടിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞ് അതിൽ വിഷയം ഉണ്ടാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു വല്ലാത്ത ചിരി. അവർക്കറിയാം നോട്ടീസിൽ പ്രിൻ്റ് ചെയ്തപ്പം ഒരു ചെറിയ വീട്ടുപേര് വ്യത്യാസത്തിൽ കിടന്ന് അലറുമ്പം അപ്പം അവർ അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ചിരിക്കും. പക്ഷെ മുഖത്ത് തർക്കത്തരമൊക്കെ പറഞ്ഞ് നിൽക്കുക അവർ. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസം നമുക്ക് അക്കാഡമിക് തലത്തിലോ മറ്റ് അതായത് സർവീസ് മേഖലയിലോ മാത്രമല്ല, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉടനീളം നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് പറയാം. അതുകൊണ്ട് വിദ്യ തുടർന്നുകൊണ്ടേയിരിക്കുക. കേരളത്തിൽ വളരെ നാണക്കേടാണ് 56 വയസ്സ് റിട്ടയർ ചെയ്യും. എന്തൊരു ഷെയിംഫുള്ളാണ് അല്ലേ? അത് 65 വയസ്സാക്കേണ്ട കാലം കഴിഞ്ഞു. അമേരിക്കയിലെ 75 വയസ്സാണ്, ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ 72 വയസ്സാണ് റിട്ടയർമെൻറ്റ് ഏജ്. ഇവിടെ 56 വയസ്സിൽ, ഞാൻ 56 റിട്ടയർ ചെയ്ത്, ഇപ്പം റിട്ടയർ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും നല്ല ഒരു യുദ്ധത്തിന് പോകാൻ പോലും പ്രാപ്തനായ ആരോഗ്യമുള്ള മനുഷ്യനാണ്. ഒരു മോട്ടോർ ഗണ്ണോ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ലോഞ്ചറോ തോളിൽ വെച്ച് 10 കിലോമീറ്റർ ഓടാനുള്ള ആമ്പർ ഇപ്പോൾ എനിക്കുണ്ട്. എന്നെയാണ് 56 വയസ്സ് റിട്ടയർ ചെയ്ത് പെൻഷൻ തരുന്നത്.
എന്തൊരു കഷ്ടമല്ലേ. അത് മാറ്റണം. പെൻഷൻ പ്രായം അടിയന്തരമായി പുനഃപരിശോധിക്കണം. അതായത് നമ്മുടെ ഡെത്ത് റേറ്റൊക്കെ അനുസരിച്ചല്ലേ ഹെൽത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. അത് 60 വയസ്സ് കഴിഞ്ഞിട്ട് ഒരുത്തിന് വേണ്ടെങ്കിൽ റിട്ടയർ ചെയ്ത് പോകാം, പക്ഷെ 65 വയസ്സ് വരെ ജോലി ചെയ്യണം എന്ന ഒരു നിർദ്ദേശം വരേണ്ട കാലം കേരളത്തിൽ കഴിഞ്ഞു. മറ്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, എടുത്തിട്ട് ഡെത്ത് റേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും കേരളത്തിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹം 56 വയസ്സിൽ റിട്ടയർ ചെയ്യുക. എന്നിട്ട് അവർ വെറുതെ ഇരിക്കുന്നില്ല, പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പോലും ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിൽ കയറി കഴിഞ്ഞാൽ ധാരാളം പരിശീലനങ്ങൾക്ക് വിടും. ഓരോ പരിശീലനത്തിൽ അവർ ആർജിച്ചെടുത്ത അറിവ് അത് പ്രയോഗിച്ച് തുടങ്ങുന്നത് ഒരു അവസാനത്തെ ഒരു 10 കൊല്ലം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഫീസറായി മാറുക. ആ കാലാവധി വർദ്ധിപ്പിക്കണം നമ്മൾ പറയാം. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് പ്രായം 56 ഒരു 65 വയസ്സിലേക്ക് മാറ്റിയ അവന് അത്രയും കാലം അവൻ നേടിയെടുത്തോ പ്രയോജനപ്പെടുത്താനും സമൂഹത്തിന് സഹായിക്കാനും കഴിയും. അതാണ് ഞാൻ പറയാം. ഞാൻ റിട്ടയർമെൻറ്റ് പ്രായത്തെപ്പറ്റി പറയാൻ വേണ്ടി വന്നതല്ല. എന്നിരുന്നാലും നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പം എന്തൊരു ഷെയിംഫുള്ളല്ലേ 56 റിട്ടയർ ചെയ്യുക. ഓക്കെ നമ്മുടെ ഗവൺമെൻറ് ഇതൊക്കെ കാണുന്നൊരു ചാനലാണ്. ഗവൺമെൻറ് ആൾക്കാരുണ്ട്, അത് അവർ പരിശോധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മരണനിരക്ക് 80 വയസ്സിലെത്തിയിട്ട് എത്ര കാലമായി? അത് 110 നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 30-35 വയസ്സാകുമ്പം എക്സർസൈസും നടപ്പും ഓട്ടമൊക്കെ തുടങ്ങിയാൽ ഒരു ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ഒരു ആൻജിയോഗ്രാമും വേണ്ട, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ അമിതമായി ഭക്ഷിക്കരുത്, പക്ഷേ പ്രോട്ടീനുള്ള നല്ല ഭക്ഷണം ഇഷ്ടംപോലെ കഴിക്കാം. ഇഷ്ടംപോലെയല്ല, അമിതമായി കഴിക്കരുത്. അപ്പോൾ എനിക്കൊക്കെ ഏറ്റവും ചിക്കൻ ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വയറ് സെറ്റായിപ്പോയി. അതായത് ഒരു 2 തവി അല്ലെങ്കിൽ ഒരു 4-5 സ്പൂൺ കഴിച്ച് കഴിയുമ്പം 3-4 ചിക്കൻ പീസ് എൻ്റെ വയറ് നിറഞ്ഞു. അതിലേക്ക് എൻ്റെ മെറ്റബോളിസം ചേഞ്ചാക്കി എടുത്തു. അതുപോലെ നിങ്ങൾക്കും ആക്കാം. അപ്പം അങ്ങനെ വരുമ്പം ഈ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ചിന്തകൾ കൊണ്ട് നടക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സമൂഹത്തെ സേവിക്കുക, അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കുക, ഒരാൾ സാമ്പത്തികമായി തകർന്നു പോയാൽ അവനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുക, ജോലി പോയി പട്ടിണിയാണെന്ന് കണ്ടാൽ അവിടെ ഓടിച്ചെല്ലാനും അവനെ സഹായിക്കാനും മനസ്സ് കാണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളും ജപ്പാൻകാരനെ പോലെ 110 വയസ്സ് 100 വയസ്സ് വരെ പോകും. എന്തായാലും മോട്ടോർ വാഹന അപകടമൊന്നും ഉണ്ടായില്ലെങ്കിൽ 110 പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അത് വെച്ച് പ്ലാൻ ചെയ്താൽ ചെയ്യും. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു കോഴ്സ് ചെയ്യുക. ഈ കോഴ്സ് കഴിയുമ്പോൾ ഞാൻ പണ്ടോട്ട് എനിക്കിഷ്ടമായിരുന്നു LLB, പക്ഷെ പല പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ല. എനിക്ക് കുശാഗ്ര ബുദ്ധി ഇല്ലാതെ അല്ലേ തിരുവനന്തപുരത്ത് പോയ ലോ അക്കാഡമിയിൽ നിന്ന് പഠിക്കാമായിരുന്നു. അത് സാരമില്ല, MA കഴിയുമ്പോൾ ഞാൻ LLB പഠിക്കും. 110 വയസ്സ് വരെ ജീവിക്കണം, അതനുസരിച്ച് നമ്മൾ ഉയർന്ന് നിൽക്കണ്ടേ. ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മളങ്ങനെ 110 വരെ പോകാൻ പറ്റുമോ? അത്ര ഉയർന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ റിട്ടയർ ചെയ്തു എന്ന് വെച്ച് പഠനം നിർത്തരുത്, നിങ്ങൾ പഠനം തുടരണം. അതായത് ഈ നൈപുണ്യം വർദ്ധിപ്പിക്കണം, അതിനുവേണ്ട പരിശീലനം നേടണം. അപ്പം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ ഓൾവേസ് ബി പോസിറ്റീവായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഭാര്യയോട് മാത്രം പോസിറ്റീവ് അടിച്ചാൽ പോരാ. നിങ്ങളുടെ ആ പോസിറ്റീവ് സ്ട്രെങ്ത് സമൂഹത്തിൽ ഇറങ്ങുമ്പം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നടന്നേ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു പോസിറ്റീവ് ലൈറ്റുണ്ട്. ചുമ്മാ നടന്നാൽ പോകുന്ന ആൾ ഇന്ന ആളായിരുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ്, ഒരാൾക്ക് ആവശ്യം വന്നാൽ ഓടിച്ചെന്നാൽ സഹായിക്കുന്ന ആളാണ്, ഒരു വാഹനാപകടം കണ്ടാൽ ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ ഒരു ഫീലിംഗ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ.
നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായില്ലേ. അപ്പോൾ അത്തരത്തിൽ ജീവിച്ച് ക്രമീകരിച്ച് മുമ്പോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു, അതിനെപ്പറ്റി ഒത്തിരി അഭിപ്രായം വന്നു. നന്ദി. ഭയങ്കര വ്യൂവേഴ്സായിരുന്നു. നന്ദി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.